ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികൾ ലവ് റിലേഷൻഷിപ്പിൽ ഒരിക്കലും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികൾ ദേ ഡോണ്ട് ഇഗ്നോർ ദെയർ ഫ്രണ്ട്ഷിപ്സ് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ കമ്മിറ്റ്മെൻ്റ് ആണെങ്കിലും അവരൊരിക്കലും അതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ ഒരാൾ പുതിയതായിട്ട് ലൈഫിലോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവോയ്ഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അഥവാ കൂടുതൽ ഇമ്പോർട്ടൻസ് തൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൂടി അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു നോർമൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത രീതിയിലുള്ളതല്ല. നെക്സ്റ്റ് വൺ, ദേ ഡോണ്ട് ഗിവ് അപ്പ് ദെയർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയി എന്ന് വിചാരിച്ച് മേ ബി ചിലപ്പോൾ പ്ലേസ് മാറുന്നുണ്ടാവാം. എന്താണെങ്കിലും അവർക്ക് കിട്ടുന്ന വരുമാന മാർഗം, ചിലപ്പോൾ ജോലിയാവാം, ബിസിനസ് ആവാം, അതൊരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ അവർ തയ്യാറാവത്തില്ല എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എനിക്ക് സ്വന്തമായിട്ട് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ത്രീകളായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ. സോ അതുകൊണ്ട് അവർ ഒരിക്കലും തൻ്റെ പാർട്ട്ണർക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയി എന്നുള്ള ഒരു റീസൺ കൊണ്ട് ജോലി ഉപേക്ഷിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത്, ദേ ഡോണ്ട് ട്രൈ ടു കൺട്രോൾ ഓർ ചേഞ്ച് ദെയർ പാർട്ട്ണർ. പാർട്ട്ണർ ഇനി എങ്ങനെ ആയിക്കോട്ടെ, അയാൾ അങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരുപാട് മാറ്റിക്കൊണ്ടുവരാനോ വേണ്ട എഫേർട്ടുകളൊന്നും അവരെടുക്കില്ല. എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ലൈഫ് മുന്നോട്ട് പോകുക. അങ്ങനെയായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള. അവരൊരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആളെ ആശ്രയിച്ചുകൊണ്ടായിരിക്കില്ല അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അവരെപ്പോഴും അവരിലായിരിക്കും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവുക, അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടായിരിക്കുക. അതൊരു തെറ്റല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അതിൻ്റെ കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ പാർട്ണറെ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള എഫേർട്ടുകളൊന്നും അവരെടുക്കത്തില്ല എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടുമല്ലോ. അല്ലെങ്കിൽ അവർക്കും ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, സിഗരറ്റ് വലി, ഡ്രിങ്കിങ് ഹാബിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓവറായിട്ട് അത് വേണ്ട എന്ന് പ്രഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ അടിയും കുത്തും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഇത് അവർ നെവർ മൈൻഡ് ആക്കിയിട്ട് വിടും. പറഞ്ഞു നോക്കും, 1-2 തവണ മാറുന്നില്ലെങ്കിൽ പിന്നെ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരത് വിടും എന്നുള്ളതാണ്. അതത്ര കെയർ ചെയ്യത്തില്ല. ഇനി 4ാമത്തെ കാര്യം പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത്, ദേ ഡോണ്ട് ഗിവ് അപ്പ് ദെയർ ഓൺ ഗോൾസ് ആൻഡ് ഡ്രീംസ്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം, സ്വപ്നങ്ങളുണ്ടായിരിക്കാം, അതിലായിരിക്കും കൂടുതലും ഫോക്കസ് ഉണ്ടായിരിക്കുക. അതൊരിക്കലും അവർ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദേ ഡോണ്ട് ആക്ട് നീഡി ആൻഡ് ഇൻസെക്യൂർ. അവരൊരിക്കലും എനിക്ക് നിങ്ങളെ വേണം, നിങ്ങൾ ലൈഫില്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ എനിക്ക് സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ യാചിച്ചുകൊണ്ടോ ബെഗ് ചെയ്തുകൊണ്ടോ അവിടെ കൂടെ നിൽക്കത്തില്ല എന്നുള്ളതാണ്. അവരെപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അവരുടെ ലൈഫ് സെക്യൂർ ആണെന്നുള്ളൊരു ഫീൽ അവർക്ക് സ്വയം ഉണ്ടായിരിക്കും. കാരണം അവർ സ്വയം അധ്വാനിക്കുന്നവരായിരിക്കും, അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവർക്ക് കഴിവുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള വുമൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നീഡി പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരൊരിക്കലും എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്, അത് സോൾവ് ആയിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, പ്രശ്നം വരുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് അതിൻ്റെ ആ കാര്യങ്ങൾ സംസാരിക്കുക, വീണ്ടും അത് റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ദേ ഡോണ്ട് ലെറ്റ് ദെയർ പാർട്ട്ണർ മേക്ക് ഓൾ ദ ഡിസിഷൻസ്. എല്ലാ തീരുമാനങ്ങളും എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി തന്നെ എടുക്കണം എന്നുള്ളൊരു വാശി
അല്ലെങ്കിൽ അങ്ങനെ എടുക്കണം എന്നുള്ളത് ഒരിക്കലും നിർബന്ധം ഉണ്ടായിരിക്കില്ല അവർക്ക്. മാത്രമല്ല രണ്ടുപേരും കൂടിയും ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും കൂടിച്ചേർന്നിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുക. അല്ലാതെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഡിസിഷൻ എടുക്കട്ടെ, അത് ഞാൻ കേൾക്കാം എന്നുള്ള രീതിയിലായിരിക്കത്തില്ല സ്ട്രോങ് ആയിട്ടുള്ള വുമൻസ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദേ ഡോണ്ട് കംപ്ലൈൻ അബൌട്ട് ദെയർ പാർട്ണർ ടു അതേഴ്സ്. എൻ്റെ പാർട്ണർക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്, അങ്ങനെ കുഴപ്പങ്ങളുണ്ട്, അദ്ദേഹം എന്നെ കെയർ ചെയ്യാറില്ല, ഇങ്ങനെയുള്ള പരാതികളോ മറ്റോ ഒന്നും തന്നെ വേറൊരാളോടും പറയത്തില്ല എന്നുള്ളതാണ്. ഇൻ കേസ് ചോദിച്ചാൽ പോലും പറയാത്ത ആളുകളായിരിക്കും ഈ സ്ട്രോങ് ആയിട്ടുള്ള വുമൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത്, ദേ ഡോണ്ട് എക്സ്പെക്ട് ദെയർ പാർട്ണർ ടു മീറ്റ് ഓൾ ഓഫ് ദെയർ നീഡ്സ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ ഭർത്താവ് നിറവേറ്റി തരണം. ഇപ്പം എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടു തരണം, അല്ലെങ്കിൽ അതിന് അവരൊരിക്കലും തൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളെ അവർ വേണം എന്ന് ആഗ്രഹിക്കത്തില്ല. നേരെ മറിച്ച് അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ പോവുക, വാങ്ങിക്കുക, അങ്ങനെ ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അവർ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ പാർട്ണർ എനിക്ക് ചെയ്തു തരണമെന്ന് വാശി പിടിക്കുന്ന ആളുകളെ ആയിരിക്കത്തില്ല സ്ട്രോങ് ആയിട്ടുള്ള വുമൻസ്. പിന്നെ അതുപോലെ തന്നെ ദേ ഡോണ്ട് ഗിവ് അപ്പ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും, ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. ആ ക്യാരക്ടർ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരാളായിരിക്കും എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഒരു നമ്മൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ഈക്വാലിറ്റി റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരാൾ മുകളിൽ ഒരാൾ താഴെ അങ്ങനെയുള്ള ഒരു രീതിയിലല്ല നമ്മൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് മുന്നോട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മോശമല്ല, നല്ലതാണ്. ഇങ്ങനെ ഒരു സ്ട്രോങ് വുമൺ ആയിട്ട് നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.